കണ്ണൂർ പയ്യാമ്പലത്ത് സ്മൃതി കുടീരത്തിൽ അതിക്രമം നടത്തിയ സംഭവത്തിൽ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തയാൾ തന്നെയാണ് ദ്രാവകം ഒഴിച്ചതെന്നാണ് സൂചന. അമൽനാഥ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. അമൽ, രാഷ്ട്രീയമില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പക്ഷേ എന്തിനാണ് ഇയാൾ ദ്രാവകം ഒഴിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ എന്താണ് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ? ലിബേഷ്, പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ അതിക്രമവുമായി ബന്ധപ്പെട്ട് ഇന്ന് അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കുപ്പി പെറുക്കി വിൽക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന സൂചനകളാണ് നിലവിൽ ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തതോടുകൂടി ഇതിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതിന് മേൽ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ആരോപണം CPM നേതാക്കൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഇതിന് പിന്നിൽ രാഷ്ട്രീയപരമായ ഒരു കാരണവുമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കണ്ണൂർ കന്നഡ സ്വദേശിയാണ് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 40ഓളം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി സാധിച്ചത്. ഇതിൽ ഒരു CCTVയിൽ സംശയം തോന്നിക്കുന്ന രീതിയിൽ ഇയാൾ കുപ്പിയും കൊണ്ട് ഈ ഒരു സ്മൃതി കുടീരത്തിനടുത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഈ താടിയുള്ള ഒരാളായിരുന്നു ഈ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ദൃശ്യങ്ങൾ ഈ പയ്യാമ്പലത്തും പരിസര പ്രദേശങ്ങളിലും ഉള്ളവരെ കാണിച്ചിട്ട് ആണ് ഇദ്ദേഹമാണ് എന്ന് ഉറപ്പുവരുത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഈ സോഫ്റ്റ് ഡ്രിങ്ക് ആണ് ഇദ്ദേഹം ഈ സ്മൃതി കുടീരത്തിൽ ഒഴിച്ചത് എന്ന ഒരു നിഗമനമാണ് പോലീസിനുള്ളത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ACPയുടെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തെങ്കിലും ഈ സ്മൃതി കുടീരത്തിൽ ഈ സോഫ്റ്റ് ഡ്രിങ്ക് ഒഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തതകൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഈ കസ്റ്റഡിയിലെടുത്ത ആൾക്ക് ഓർമ്മയില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അതിനാൽ തന്നെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഈ സോഫ്റ്റ് ഡ്രിങ്ക് തന്നെയാണ് ഈ സ്മൃതി കുടീരത്തിൽ ഒഴിച്ചതെന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തതകൾ ലഭിക്കണം. ഈ വ്യക്തതകൾ ലഭിക്കണമെങ്കിൽ ഈ ലാബ് റിപ്പോർട്ട് പുറത്തു വരണം. കഴിഞ്ഞ ദിവസം ഈ ഫോറൻസിക് വിഭാഗം സംഭവ സ്ഥലത്തെത്തി അവിടുന്ന് സാമ്പിളുകൾ എടുക്കുകയും ഈ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കുകയും ചെയ്തു. ഈ ലാബ് റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക് തന്നെയാണ് സ്മൃതി കുടീരത്തിൽ ഒഴിച്ചത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തത ലഭിക്കുകയുള്ളൂ. ഇന്ന് ലാബ് റിപ്പോർട്ട് ലഭിക്കുമെന്ന് ആണ് മനസ്സിലാക്കുന്നത്. ഇത്തരം കാര്യത്തിൽ വ്യക്തത വന്നാൽ ഉടൻ തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന് വലിയ രാഷ്ട്രീയപരമായ ഒരു കാരണവുമില്ല എന്ന് തന്നെയാണ് നിലവിൽ പോലീസ് പ്രതികരിക്കുന്നത്. ലിബീഷ്. ശരി അമൽ, കണ്ണൂർ പയ്യാമ്പലത്ത് സ്മൃതി കുടീരത്തിൽ വികൃതമാക്കിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരാളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. വിവരങ്ങളാണ് അമൽനാഥ് കണ്ണൂരിൽ നിന്ന് നൽകിയത്.